ഞാൻ ജനിച്ചത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള പെരുവല്ലൂർ എന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശത്താണ്. വയലുകളും പുഴകളും കുളങ്ങളും എല്ലാം നിറഞ്ഞുള്ള ഒരു കൊച്ചു പക്ക നാട്ടിൻ പ്രദേശം. അവിടെ പെരുവല്ലൂർ തന്നെ UP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പഠനകാലത്ത് തന്നെ ഞാൻ ക്ലാസ്സിൽ പദ്യം ചൊല്ലുന്ന കൂട്ടത്തിൽ കുട്ടികളൊക്കെ പദ്യം ചൊല്ലുന്ന ഹിന്ദി പദ്യമായിരിക്കും കൂടുതലും ചൊല്ലുന്നത്. ആ സമയത്ത് എന്നോട് ടീച്ചർ പറയും, എൻ്റെ ക്ലാസ് ടീച്ചർ സുനന്ദാബായി ടീച്ചറാണ്. ആ ടീച്ചർ എന്നോട് പറയും, മോഹൻ ഒന്ന് ചൊല്ലാൻ പറയും. അങ്ങനെ എന്നെക്കൊണ്ട് പദ്യം ചൊല്ലിക്കും. ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ കൂടെ ഒരു എങ്ങനെയൊക്കെ പാടുന്ന എനിക്കറിയില്ല, അപ്പം ഉണ്ടാക്കുന്ന ട്യൂണാണ് അത്. ടീച്ചർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആ സ്കൂളിൽ ഒരു വലിയൊരു ഗായകൻ എന്നുള്ള രീതിയിൽ പിന്നെ എല്ലാവരും എന്നെ സ്വീകരിച്ചു. ആദ്യമായിട്ട് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു പാട്ട് കമ്പോസ് ചെയ്തത്. അത് ഞങ്ങളുടെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് സുനന്ദാബായി ടീച്ചർ എന്നോട് പറയുകയുണ്ടായി, മോഹൻ ഞാനൊരു പാട്ട് എഴുതാം, നീ അതൊന്ന് ട്യൂൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ ട്യൂൺ ചെയ്തിട്ട് വലിയ പരിചയമില്ല. അപ്പോൾ ടീച്ചർ അത് പറയാനുണ്ടായ കാരണം ഞാൻ സ്കൂളിൽ പദ്യം ചൊല്ലുന്നത് കേട്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശരി എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ ചിമ്മിനി വെളിച്ചത്തിലാണ് ഞാൻ അത് പാട്ട് ഉണ്ടാക്കിയത്. ആ പാട്ട് ഞാൻ 2 വരി ഓർമ്മയുണ്ട്, അത് ഞാൻ പാടാം. കോഴി കൂകണ കേട്ടില്ലേ വേഗമെനിക്കും കൂട്ടരേ, കോഴി കൂകണ കേട്ടില്ലേ വേഗമെനിക്കും കൂട്ടര്, പുഞ്ചപ്പാടം കൊയ്യാനായി പൊന്നരി വാളുകൾ ഉയരട്ടെ, പുഞ്ചപ്പാടം കൊയ്യാനായി ഉയരട്ടെ, തെയ്യക്കും 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 താരോ, തെയ്യക്കും തെയ്യക്കും തന്നാരോ, തെയ്യക്കും തെയ്യക്കും തന്നാരോ, കോഴി കൂകണ കേട്ടില്ലേ വേഗമെനിക്കും കൂട്ടര്, കോഴി കൂകണ കേട്ടില്ലേ വേഗമെനിക്കും കൂട്ടരേ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തത് അന്നാണ്. അന്ന് ആ ആനിവേഴ്സറിക്ക് ഏറ്റവും നല്ല പാട്ടായിട്ടത് അവർ അംഗീകരിച്ചു. എല്ലാവരും സ്കൂളിൽ പിന്നെ ഇതൊരു പാട്ടായിട്ട് അങ്ങനെ എന്താ പറയുക, എല്ലാവരും ഫേമസ് ആയിപ്പോയി ആ സ്കൂളിൽ, ആ സ്ഥലങ്ങളിലൊക്കെ. അതുപോലെ തന്നെ എന്നെ ഒരു ദേവസിക്കുട്ടി മാഷുണ്ട്, അദ്ദേഹം എന്നെക്കൊണ്ട് പിന്നെ പാട്ട് പാടിപ്പിക്കുക പതിവാണ്. അന്നത്തെ ഒരുപാട് പാട്ടുകളൊക്കെ ഞാൻ കുറച്ച് പാടുമായിരുന്നു അന്ന്. അങ്ങനെ മാഷും പാടും, പിന്നെ മാഷ് എനിക്കൊരു പാട്ട് പാടിത്തന്നു. അന്ന് സ്കൂൾ ടൈമിൽ ക്ലാസ് പുറത്ത് വെച്ച് ഞങ്ങളൊരു മാവുണ്ട്, സ്കൂളിൻ്റെ തൊട്ട ഫ്രണ്ട് ഒരു മാവുണ്ട്. ആ മാവിൻ്റെ ചോട്ടിൽ ഞങ്ങൾ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കുകയും പിന്നെ മാഷ് ഞങ്ങൾക്ക് പാട്ട് പാടി തരികയും ചെയ്യാൻ പതിവാണ് ഇടയ്ക്ക്. അപ്പോൾ അന്ന് മാഷ് പാടിത്തന്ന പാട്ട് ഇതാണ്. അല്ലിയാമ്പൽ കടവിലും മറയ്ക്കു വെള്ളം, നമ്മൾ തുഴഞ്ഞില്ലേ കൊതുകു വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. ലിറിക്സ് എനിക്ക് അത്ര കൂടെ ഓർമ്മയില്ല, തെറ്റാണ് ലിറിക്സൊക്കെ, എങ്കിൽ പോലും പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 2-3 കിലോമീറ്റർ പോയാൽ പൂവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ചേട്ടൻ സിത്താർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ചേട്ടൻ്റെ ഗുരുനാഥൻ KG സത്താറായിരുന്നു, സത്താർ മാഷായിരുന്നു പഠിപ്പിച്ചിരുന്നത്. മാഷിനോട് പറഞ്ഞിട്ട് എന്നെയും കൂടെ മാഷടുത്തേക്കാക്കി. അന്ന് ഹിന്ദുസ്ഥാനി വയലിനാണ് പഠിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഹിന്ദുസ്ഥാനി വയലിൻ പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം ഈ വയലിൻ വായിക്കുമ്പോൾ നമ്മൾ കറേ കറേ എന്നുള്ളൊക്കെ ശബ്ദം അപശ്രുതിയുടെ അയ്യരുകളിയായിരിക്കും നമ്മൾ തുടക്കം. അപ്പോൾ ചേട്ടൻ ചില ദിവസങ്ങൾ വരാത്ത സമയത്ത് എന്നോട് ഒറ്റയ്ക്ക് മാഷടുത്ത് പോയി പഠിക്കാൻ പറയും. അപ്പോൾ എനിക്കിത് കുറച്ച് മടിയായി തുടങ്ങി. ആദ്യമൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷേ ഈ വയലിൻ്റെ ശബ്ദമൊക്കെ കേട്ട് വൃത്തിയായിട്ട ഈ പാറപ്പുറത്ത് ചിരട്ടിട്ട് ഉറയ്ക്കുന്ന ശബ്ദമായിരുന്നു ഞാൻ വായിച്ചപ്പോൾ.
അങ്ങനെ പിന്നെ ചേട്ടനോട് പറയും, നീ പോയിട്ട് പഠിക്കുക, എനിക്കിന്ന് വരാൻ പറ്റില്ല, പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ പോയി മാഷ് അടുത്തൊരു കടയുണ്ട്, ചായക്കടയുണ്ട്, അവിടുന്ന് ഒരു ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിൽ വരും. അങ്ങനെ ക്ലാസ്സിൽ പോവുക പതിവല്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ പോവും. ഇത് ചേട്ടൻ അറിഞ്ഞ് അവസാനം തന്നെ ചേട്ടൻ അടിച്ച് കൊണ്ടാക്കും. ഒരു ചൂരിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അടിച്ച് അവിടെ കൊണ്ടാക്കി അങ്ങനെ പഠിച്ചു. പക്ഷേ ഇങ്ങനെ പഠിച്ച് എനിക്കൊരു രസം തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് വയലിൻ വായിച്ച് തുടങ്ങി. അപ്പം മാഷെന്നെ ഹിന്ദുസ്ഥാനിയാണ് പഠിപ്പിച്ചിരുന്നത്. ഹിന്ദുസ്ഥാനിൽ പിന്നെ പല സ്ഥലങ്ങളിലും മാഷെന്നെ പ്രോഗ്രാമിന് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഞാൻ മാഷ് ഒരു ഇൻ്റർവെൽ ടൈമിൽ എന്നെക്കൊണ്ട് വയലിൻ സോളോ വായിപ്പിക്കും. ആ സോളോ വായിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആളുകൾ നോട്ടുമാലൊക്കെ ഇട്ട് തരും. എന്ന് വെച്ചാൽ ഞാൻ അന്ന് കോങ്കോ ഡ്രം വായിക്കുമായിരുന്നു, ബോങ്കോസ് വായിക്കുമായിരുന്നു, വയലും വായിക്കുമായിരുന്നു. അങ്ങനെ ഓരോ പാട്ടിന് മാറി ഇങ്ങനെയൊക്കെ വായിക്കുന്നത് കാണുമ്പോൾ അന്ന് ഞാൻ ട്രൗസർ ഇട്ട് നടക്കണം. എനിക്കൊരു 10-12 അല്ലെങ്കിൽ 13 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ആ കാലത്താണ് ഞാൻ ഇങ്ങനെ പോയിരുന്നത്. അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര കൗതുകമായി. അപ്പം മാഷിനെ സ്ഥിരമായിട്ട് കൊണ്ടുപോകുക പതിവാണ്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹൈസ്കൂളിൽ ചേർന്ന് പിന്നെ ഞാൻ അവിടെ കലാപരിപാടികൾക്ക് പിന്നെ നാടകം എഴുതുക, അത് ഡയറക്റ്റ് ചെയ്യുക, അതിൽ അഭിനയിക്കുക. അന്ന് ഞാൻ കോമഡി ആയിരുന്നു അഭിനയിച്ചിരുന്നത്. അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോമഡിയനായിട്ടാണ് എന്നെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്നെ കാണുമ്പോൾ തന്നെ പിള്ളേർ ചിരിക്കും. ഞാൻ ഭയങ്കര കോമഡിക്ക് പറയുന്ന ഒരു ആളായിരുന്നു അന്ന്. പക്ഷെ ഇപ്പോൾ ഒന്നും പറ്റില്ല. അങ്ങനെ സ്കൂളിൽ തന്നെ പിന്നെ യൂത്ത് ഫെസ്റ്റിവലിന് പിന്നെ അതുപോലെ എല്ലാത്തിനും എനിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയിരുന്നത്. എൻ്റെ ഗ്രൂപ്പിനെന്ന് വെച്ചാൽ നാടകം എഴുതിയ പോലും ഞങ്ങൾ സ്കൂളിൽ 5-8 പിള്ളേരുണ്ട്, പലരും കോമ്പറ്റീഷനാണ്. പക്ഷേ ഏറ്റവും നല്ല നാടകമായിട്ടും അഭിനേതാവായിട്ടും എന്നെ തന്നെയായിരിക്കും എടുക്കുക. അങ്ങനെ സ്കൂൾ പഠനം വളരെ സന്തോഷത്തോടു കൂടെ കഴിയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് ചിലപ്പം പട്ടിണി കിടക്കുക ഒരു പതിവുണ്ട്. അപ്പോൾ സ്കൂൾ ടൈമിൽ വർഷക്കാലമൊക്കെയാണ് കേട്ടോ. വർഷക്കാലത്ത് സ്കൂളിൽ ചെന്നാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഉണ്ടാവില്ല, ചോറും വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ നല്ല ഭക്ഷണവും കഴിക്കുന്നു, ചോറും പൊതിക്കുക അല്ലെങ്കിൽ ചോറും പാത്രമൊക്കെ തുറന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിലയും. ഉച്ചയ്ക്ക് എനിക്ക് വിശന്നിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡെസ്കിന്നൊക്കെ മറന്ന് കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു സങ്കടമൊക്കെ വരും. ദൈവം എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ അത് ഒരു കാലത്ത് പട്ടിണി കിടക്കൽ തന്നെയായിരുന്നു പതിവ്. അങ്ങനെ പിന്നെ അവിടെ ഒരു കിണറുണ്ട്, സ്കൂൾ കിണറുണ്ട്. അവിടെ നിന്ന് വെള്ളം കോരി കുടിച്ച് വയറ് നിറക്കിയ പതിവാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എനിക്ക് പിന്നെ വിശന്നിട്ട് എന്താ ചെയ്യാന്നൊക്കെ ഞാൻ ശിവനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ അച്ഛൻ നാടകങ്ങൾക്കൊക്കെ പാടുമായിരുന്നു. അപ്പോൾ വരുമാനം വളരെ കുറവാണ്. അങ്ങനെ പ്രോഗ്രാം ഉള്ള സമയത്തൊക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ചേട്ടന് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പഠിക്കും ആയിരുന്നു. പിന്നെ ഞാനിപ്പോഴും ഓർക്കുന്നു, ആദ്യമായിട്ട് ഞാനൊരു പ്രോഗ്രാമിന് പോയി, ഒരു സത്തർമഷ കൂടെ അല്ലാണ്ട് വേറെ പ്രോഗ്രാമിന് പോയി. അതിന് എനിക്ക് 3 രൂപയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ അന്ന് പട്ടിണിയാണ്. എന്ന് വെച്ചാൽ ഒന്നും വെച്ചിട്ടില്ല. അച്ഛൻ വൈകിട്ടാകുമ്പോൾ ഒരു 5-7 മണിക്കായി കാണും. അങ്ങനെ വല്ലാത്തൊരു ടെൻഷനിലിരിക്കുകയാണ്, ഭക്ഷണം വയ്ക്കാനൊന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നു. അങ്ങനെ കിട്ടിയ 3 രൂപ അച്ഛന് കൊടുത്തു. എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, എടാ നീ ഒരിക്കലും നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, മോൻ നന്നായി വരുന്നു. ആ അച്ഛൻ്റെ അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്നും ഇങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ 1977
ഞാൻ തരങ്ങനിശ്ശേരി സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോയി, ദാസറിൻ്റെ സ്കൂളിലേക്ക്. അപ്പോൾ ചേട്ടൻ അവിടുത്തെ ട്യൂട്ടറായി വർക്ക് ചെയ്യാണ്. സിത്താർ മാഷായിരുന്നു അന്ന് അവിടെ. അങ്ങനെ ദാസറോട് പറഞ്ഞിട്ടാണ് എന്നെ അങ്ങോട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ അവിടെ നമ്മൾ ക്ലാസ്സിൽ 10-20 പേരോളം ഉണ്ടായിരുന്നു ക്ലാസ്സിൽ വയലിൻ പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ ഇരുന്നിരുന്നത്, കാരണം അവരൊക്കെ നന്നായി പ്ലേ ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് അത്ര ഇതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത പ്രോഗ്രാമിലൊക്കെ പോകണ്ടെങ്കിലും എനിക്ക് അത്ര പക്കയില്ല ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കിലിരുന്ന് വായിച്ച്, പക്ഷേ അങ്ങനെ പഠിച്ചു. പക്ഷേ എനിക്ക് തോന്നി ഇങ്ങനെ ശരിയാവില്ല, എനിക്ക് നല്ലൊരു വയലിനിസ്റ്റ് ആവണമെന്ന് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ പുലർച്ചയ്ക്ക് 5 മണിക്ക് എഴുന്നേൽക്കുക പതിവാണ്. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് പിന്നെ രാവിലെ തൊട്ട് പ്രാക്ടീസാണ്. ഒരു 9 മണി വരെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും രാവിലെ. അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഒരു 9-10 മണി തൊട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യും 1 മണി വരെ. പിന്നെ ഭക്ഷണം കഴിക്കാം. പിന്നെ 2 മണി തൊട്ട് 4 മണി വരെയാണ് ഞങ്ങളുടെ ക്ലാസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂറൊക്കെ നടന്ന് 4:30 വരെ നടന്ന്, അരമണിക്കൂർ നടന്ന് പിന്നെ 4:30 വീണ്ടും ഒറ്റയ്ക്ക് പ്രാക്ടീസാണ്. അത് രാത്രി ഒരു 12 മണി 1 മണി വരെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. അതൊന്നും ഉറക്കമൊന്നും പറഞ്ഞ സാധനമില്ല. ഫുൾ തന്നെ പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രമുള്ള ചിന്തയുള്ളൂ. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും അവിടെ മ്യൂസിയത്തിൽ പോകും, ട്രിവാൻഡ്രത്ത് മ്യൂസിയത്തിൽ പോവുകയും അതുപോലെ കോവളത്തും കന്യാകുമാരി അവിടെയൊക്കെ ഇറങ്ങാൻ പോകും. പക്ഷേ ഞാൻ എൻ്റെ മുറിയുണ്ട്, ഞാനുണ്ട്, എൻ്റെ വയലിനുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇവരേക്കൊക്കെ നല്ലൊരു വയലിനിസ്റ്റായി മാറി. പിന്നെ അവിടെ ഞാൻ ക്ലാസ് എടുക്കേണ്ട ഒരു അവസ്ഥ എത്തി. അവിടെ ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന മാഷ് പെട്ടെന്ന് അത്യാവശ്യമായിട്ടും പോയി. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ക്ലാസ് എടുക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ അവിടെ അപ്പോഴേക്കും ദാസർ തരങ്ങിണി സ്റ്റുഡിയോ സ്ഥാപിച്ചു. അങ്ങനെ തരങ്ങിണി സ്റ്റുഡിയോ പിന്നെ അവിടെ മ്യൂസിക് ഡയറക്ടേഴ്സും ഇപ്പോൾ ദക്ഷിണമൂർത്തി സ്വാമി വരും, ശ്യാം സാർ വരും, പിന്നെ എം ജി രാഷനേട്ടൻ വരും, രാഘു മാഷ് വരും. അവർക്കൊക്കെ ഞാനാണ് പിന്നെ അസിസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അവിടെ ഓർക്കസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു. അങ്ങനെ റെക്കോർഡിംഗ് ഒക്കെ നടന്നു പോകുന്നു. ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയി തുടങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ സിത്താര മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അത് മുന്നേ ആരോ നടത്തിയിരുന്നത്, കുറച്ച് കാലം കൊണ്ട് അത് നടത്താറില്ല. അപ്പോൾ ഞാനും വിജയൻ എന്ന് പറഞ്ഞൊരു ആളും പിന്നെ ഞങ്ങൾ ഒരു 5-6 പേരും കൂടെ അത് ഏറ്റെടുത്ത് അത് നടത്തി. അപ്പോൾ അത് പിന്നെ നല്ലൊരു ട്രൂപ്പായിരുന്നു. ഇപ്പോൾ ദാസാറിനും അതുപോലെ ജേട്ടനും അങ്ങനെ പല ആളുകൾക്കും പിന്നെ നമ്മൾ പ്രോഗ്രാംസിന് ഞങ്ങൾ ഓർക്കസ്ട്രയൊക്കെ ആയിട്ട് പോയിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ തന്നെയായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് അന്ന് ബ്ലൂ ബേർഡ്സോ അങ്ങനെ എന്തോ ഒരു ഓർക്കസ്ട്ര വേറെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പോകുമായിരുന്നു. അതിനകത്ത് നമ്മുടെ ചിത്ര, പിന്നെ ശ്രീനിവാസൻ, എം ജി ശ്രീകുമാർ, വേണുഗോപാൽ, അങ്ങനെ ഞങ്ങൾക്കൊരു മാട്ട ഗ്രൂപ്പുണ്ട്. ഇവരെല്ലാം അവിടുത്തെ ഗായകരാണ്. അങ്ങനെ ഞങ്ങൾ പല പ്രോഗ്രാംസിനൊക്കെ പോവുമായിരുന്നു പണ്ട്. അങ്ങനെ പിന്നെ പ്രോഗ്രാംസിന് പോയി. പിന്നെ ഞാൻ അവിടെ അങ്ങനെ വളരെ എന്താ പറയുക ആക്റ്റീവായിരുന്നു. പല റെക്കോർഡിങ്സിനൊക്കെ വായിച്ച അങ്ങനെ നല്ലൊരു ലെവലിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് TK രാജീവ് കുമാർ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്, ഇപ്പോൾ അദ്ദേഹം ഡയറക്ടറാണല്ലോ. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സിത്താര മ്യൂസിക് ക്ലബിൻ്റെ പ്രോഗ്രാമിന് ഇൻ്റർവെൽ ടൈമിൽ മിമിക്രി പറയാൻ വേണ്ടി വന്നിരുന്നു രാജീവും പിന്നെ വേറെ 2-4 ഫ്രണ്ട്സും, രാജീവിൻ്റെ 2-4 ഫ്രണ്ട്സും. അങ്ങനെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് അവരുടെ മിമിക്രിയും അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നവോദയയിൽ രാജീവ് അങ്ങനെ ചെന്നപ്പെട്ടു. അങ്ങനെ അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആവുന്നു, കാര്യങ്ങളൊക്കെ ആവുന്നു. അതിൻ്റെ ഇടയ്ക്ക് രാജീവ് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു, മോഹൻ പിന്നെ എറണാകുളം വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തേന്ന് വെച്ചു, വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രോഗ്രാമിൻ്റെ കളി അന്ന് വെച്ചാൽ ഫുൾ ടൈം തിരക്കാണ്. എനിക്ക് ഒരു റെസ്റ്റ് പോലും ഇല്ലാത്തൊരു സമയമാണ്. അങ്ങനെ രാജീവ് എനിക്ക് റെക്കോർഡിംഗ് പ്രോഗ്രാംസ് ഉണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അധികം ലേറ്റ് ആവണ്ട, എന്തായാലും മാക്സിമം നേരത്തെ വരാൻ പറ്റുമെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ ചെല്ലുന്നു, എറണാകുളത്ത് ചെന്ന് രാജീവ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. ഞങ്ങൾ അങ്ങനെ പോയി പിന്നെ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ജിജോ സാറ്, ജോസ്മോൻ, പിന്നെ ഒരു ശേഖർ, ആർട്ട് ഡയറക്ടർ ശേഖർ, പിന്നെ രഘുനാഥ് പലേരി എല്ലാവരും ഇരിപ്പുണ്ട്. അങ്ങനെ പരിചയപ്പെടുന്നു. അങ്ങനെ ജിജോ സാറ് എന്നോട് ചോദിച്ചു ഒരു ലലബി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ ജിജോ സാറിനോട് പറഞ്ഞു എനിക്ക് അങ്ങനെ പാട്ടൊന്നും ട്യൂൺ ചെയ്തിട്ട് അറിയില്ല, ട്യൂൺ ചെയ്തിട്ട് പരിചയമില്ല,
പിന്നെ ഇത് ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു മെലഡി ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ലലബി ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞിട്ട് ഒരു റൂമൊക്കെ എടുത്ത് തന്നു. അങ്ങനെ അവർ എവിടെ നിന്നൊക്കെ ഒരു ഹാർമോണിയം എടുത്ത് തന്ന് എന്നോട് ട്യൂൺ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇത് എന്തിനാണ് എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചു വല്ല നവോദയല്ലേ, അപ്പോൾ വല്ല എന്തെങ്കിലും പ്രത്യേക സ്റ്റൈലുള്ള വല്ല നാടകമാണോ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്യൂൺ ചെയ്യാൻ തുടങ്ങിയത്. അത് ഫസ്റ്റ് ഉണ്ടാക്കിയ ട്യൂൺ ഇതാണ്. ദന്നത്താനാനം ദേരേദി ദന്നത്താനാനം ദാനദാനാനാന താരേ ദാരേ 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 ദേരി ദിരി ദിരി രേ രേ ദന്നന ദന്നന നനന തനനം തന്നതനനം തനനം തനതനനം ദേരി 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 ദാരേ 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 ദേരി. അങ്ങനെ ട്യൂണ്ടായി. പക്ഷെ എനിക്കെന്നെ അറിയില്ല അത് എങ്ങനെ വന്നു എന്ന്. അപ്പോൾ എന്നിട്ട് രാജീവും ജിജോ സാറും എല്ലാവരും വന്നിട്ട് കേട്ടു. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, നല്ലൊരു ട്യൂണാണ്. വീണ്ടും എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു ട്യൂൺ കൂടെ ഉണ്ടാക്കി. അതാണ് ദേരി ദാരേ ദിരി ദാരി ദാരേ ദിരി ദാരി ദിരി ദാരാരാധി ധീരെ ധീരെ ദാരാരാധി ദാരി ദിദി 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 ധിരി 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 ദാരി ദാരി ധിരി ദാരം ധീരെ ധീരി. ഈ ട്യൂൺ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇതൊരു സിനിമയ്ക്കായിരുന്നു, ഞങ്ങൾ പുതിയ ആളുകളെ പിന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളും വന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ബോംബെയിൽ നിന്ന് വരെ വന്നു എന്നാണ് രാജുവിനോട് പറഞ്ഞത്. അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ദൈവം എന്നെ എനിക്കൊരു നല്ല സമയം തന്നു. അവർ എന്നെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് അംഗീകരിച്ചു. പിന്നെ അതിൻ്റെ റെക്കോർഡിങ് പിന്നെ മദ്രാസിൽ പ്രസാദ് സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ റെക്കോർഡിങ്ങിന് ചെന്നപ്പോഴും പിന്നെ എല്ലാം തമിഴാണ്, എല്ലാവരും തമിഴാണ്. ഒരു 10-40-50 പേരോളം ഉണ്ടായിരുന്നു ഇതിൻ്റെ റെക്കോർഡിങ് ടൈമിൽ. അങ്ങനെ അവർ പിന്നെ റെക്കോർഡിങ് ഇതെല്ലാം കഴിഞ്ഞ് അവർ എല്ലാവരും എഴുന്നേറ്റ് കയ്യൊക്കെ അടിച്ച്, കാരണം ഉഗ്രം മെലഡി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റെക്കോർഡിങ് കഴിഞ്ഞ് ഓരോരുത്തർ വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ചിത്രയാണ് ഇത് പാടിയത്. അപ്പോൾ ചിത്ര അന്ന് പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ മദ്രാസിൽ പോയിരുന്നു. അപ്പോൾ പിന്നെ മദ്രാസ് അവിടെ താമസം തുടങ്ങിയ കാലഘട്ടമാണ്. അപ്പോൾ ചിത്ര അന്ന് ഭയങ്കര ടെൻഷനും മൂടോട്ടൊക്കെ ആയിരുന്നു. കാരണം ചിത്രയുടെ അച്ഛനും ക്യാൻസർ വന്ന് ഇവിടെയൊക്കെ വീർത്ത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാണുമ്പോൾ വല്ലാത്തൊരു പേടിയും നമുക്ക് അത്രയൊരു അവസ്ഥയിൽ ആയിരുന്നു ചിത്രയുടെ അച്ഛനൊക്കെ. അപ്പോൾ ചിത്രയുടെ അച്ഛനും കൂടെ വന്ന് അങ്ങനെ പാട്ട് പഠിച്ച് ചിത്ര അന്ന് അതിമനോഹരമായി പാടി. അതുപോലെ തന്നെ വേണും ഞാനും കൂടിയാണ്. വേണുവിൻ്റെയും ഫസ്റ്റ് ജി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെയും ഫസ്റ്റ് പാട്ടാണത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ദിവസങ്ങളോളം മദ്രാസിൽ ഇതിനു വേണ്ടി അവിടെ റെക്കോർഡിന് വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ വേണും അത് നന്നായി പാടി. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ വരവ്. അങ്ങനെ റെക്കോർഡിങ് കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്ത് തിരിച്ചു വന്ന് ഒരു ദിവസം ഞങ്ങൾ അപ്പോൾ അടുത്തൊരു ചായക്കടയുണ്ട്, നമ്മുടെ തരങ്ങിന് സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. അവിടെ ഞാനും ചേട്ടനും 2-3 ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ചെന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രം ചുമ്മാ മറിച്ച് നോക്കിയപ്പോഴുണ്ട് എൻ്റെ ഫോട്ടോ, വേണുവിൻ്റെ ഫോട്ടോ, പിന്നെ അതിലാരുടെയൊക്കെയോ ഫോട്ടോ, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയ അതിഥികൾ എന്നൊക്കെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കുമ്പോൾ 1 മുതൽ 0 വരെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം. അപ്പോൾ എൻ്റെ ഫോട്ടോയുടെ താഴെ മോഹൻ
സിത്താര എന്നൊരു വാക്കും കൂടെ പേരൂടെ കിടക്കുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ പേര് മോഹൻ സിത്താരയായി മാറിയതെന്ന് അറിയുന്നത്. അങ്ങനെ അപ്പച്ചൻ സാർ ഇട്ടൊരു പേരായിരുന്നു. പിന്നെ അതിന് ശേഷം റീ റെക്കോർഡിങ് ടൈമിൽ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ റീ റെക്കോർഡിങ് നീ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് റീ റെക്കോർഡിങ് ചെയ്തിട്ട് പരിചയമില്ലെന്ന് പറഞ്ഞു രാജുവിനോട്. അല്ല നീ ചെയ്തു നോക്കുമെന്ന് പറഞ്ഞു. അയ്യോ ഞാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നീ പാടാമെന്നും പറഞ്ഞ് എന്നെ രാജീവ് കുമാറും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മദ്രാസിൽ കൊണ്ടുപോയി. ഞാൻ മദ്രാസിൽ എനിക്ക് ഒരു അന്ന് മ്യൂവാടെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ അങ്ങനെ ജിജു സാറും അവർ പറയും എന്നോട്, ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ഒരു മ്യൂസിക്, പൂർണിമ മകളും കൂടെ ഒരു റിങ് കേൾക്കുമ്പോൾ, ഫോണിൻ്റെ റിങ് കേൾക്കുമ്പോൾ അവർ ഓടി വരുന്നു. അപ്പോൾ അവിടെ ഇന്നൊരു ടൈപ്പ് മ്യൂസിക്, അവിടുന്ന് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അതിന് വേറെ മ്യൂസിക്. ഞാനതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു പിടിയും കിട്ടണില്ല. ഞാൻ പറഞ്ഞു, അയ്യോ സാർ ഞാൻ ചെയ്താൽ ശരിയാവില്ലെന്ന് പറഞ്ഞു. ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ പറഞ്ഞ പോലൊക്കെ ഞാൻ എഴുതിയെടുത്തു. ഇന്ന സ്ഥലത്ത് മ്യൂസിക്, ഇന്ന സ്റ്റൈലാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഞാൻ എഴുതിയെടുത്തു. എന്നിട്ട് ഞാൻ രാജീവിനോട് പറഞ്ഞു, രാജീവ് എനിക്ക് വേണ്ടത് അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് റെക്കോർഡിംഗ് ഉണ്ട്, അപ്പോൾ റെക്കോർഡിംഗ് പ്രോഗ്രാം ഉണ്ട്, എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ പോയിട്ട് വേഗം വരാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് പതുക്കെ മുങ്ങി. അമ്മയുടെ മടിയിൽ ഞാൻ വിശന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കിടന്ന് ഉറങ്ങണതും, അപ്പോൾ അമ്മ എനിക്ക് എന്തൊക്കെയോ മൂളിത്തരുന്നൊരു ഫീല്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഉണ്ണിവാവോ എന്ന പാട്ടുണ്ടാക്കിയത്.